بسم الله الرحمن الرحيم سبحان الذي يسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ജഗന്യന്താവായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അവന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവർ. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവമാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ അതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. തന്റെ ദാസനെ, അടിമയെ യാത്ര ചെയ്യിപ്പിച്ച അല്ലെങ്കിൽ രാത്രി കൊണ്ടുപോയ അള്ളാഹു എത്ര പരിശുദ്ധനാണ്. മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്. പിന്നെ മസ്ജിദുൽ അഖ്സയുടെ ഒരു പ്രത്യേകതയാണ് ബാറക്നാ ഹൗലഹു. അതിന്റെ ചുറ്റും നാം അനുഗ്രഹീതമാക്കി. ലിനുരിയഹു മിൻ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് കാണിക്കുന്നതിനു വേണ്ടി. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാവും. ഈ ആയത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തത് ഇസ്രാ ആണ്. ഇസ്രാ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നബി തിരുമേനി നടത്തിയ യാത്രയാണ്. അതൊരു സ്വപ്നമായിരുന്നോ, ശരീരം കൊണ്ട് നടത്തിയ യാത്രയായിരുന്നോ എന്ന ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ മുമ്പുകാലം മുതലേ ഉണ്ട്, ഇപ്പോഴുമുണ്ട്. പക്ഷെ ഖുർആനിന്റെ പ്രയോഗം ഉടലോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയ പ്രയോഗമാണ്. ഒരാളൊരു സ്വപ്നം കണ്ടാൽ അതിൽ സുബ്ഹാന എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. സാധാരണ രീതിയിൽ അത് മനുഷ്യന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സുബ്ഹാന എന്നൊരു പ്രയോഗം നടത്തുമ്പോൾ അതൊരു അത്ഭുതകരമായ പ്രവൃത്തിയാണ്. ഇപ്പൊ ജനിച്ചൊരു കുഞ്ഞ് പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനൊരു പ്രയാസമുണ്ടോ? ഇപ്പോഴാ കുഞ്ഞ് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന മാതാവിന്റെ കൂടെയാണ് പർവ്വതം കയറിയത്. മാതാവ് ആ കുഞ്ഞിനെ എടുത്തിട്ട് പർവ്വതം കയറി എന്ന് പറഞ്ഞാൽ അവിശ്വസനീയ കാര്യമൊന്നുമില്ല. ഇപ്പൊ റസൂലുള്ളാഹിനെ കൊണ്ടുപോയത് അല്ലാഹു. അപ്പൊ അല്ലാഹു
പിന്നെ അതിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാവുമ്പോൾ പിന്നെ മറ്റ് വിചാരങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ഒരു ജനിച്ച കുഞ്ഞിനെ ഉമ്മ ഒരു ഉയരം കയറ്റി കൊണ്ടുപോകുന്നത് പോലെ അത്രയും അടുപ്പമുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ന് തന്നെ കൊണ്ടുപോവാൻ അല്ലാഹുവിന് കഴിയും എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ അതിൽ മറ്റു ചർച്ചകളൊന്നും പ്രസക്തമായ ചർച്ചകളല്ല. അപ്പൊ ഇസ്രാ എന്ന് പറയുന്നത് രാത്രി നടത്തുന്ന യാത്രക്കാണ് ഇസ്രാ എന്ന് പറയും. അപ്പൊ ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ യുമായി ഒരു യാത്ര സംഘടിപ്പിച്ചു, യാത്ര നടത്തി. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ആ യാത്രയുടെ വിശദാംശങ്ങൾ പറയാനല്ല ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് തന്നെ ഏകദേശം 40 ദിവസത്തെ വഴിദൂരമുണ്ട് അന്നത്തെ കാലത്ത്. അവിടെ ഒരു രാത്രി പോയി രാവിലെയാകുമ്പോഴേക്കും തിരിച്ചു വരിക എന്ന് പറയുന്നത് അസംഭവ്യമായൊരു കാര്യമാണ്. സാധാരണ രീതിയിൽ ആ അസംഭവ്യമായ കാര്യമായതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്. അള്ളാഹുവിനെ അത് കഴിയും എന്നതുകൊണ്ട്. രണ്ടാമത്തത്, ഇസ്രാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചതാണ്, വായിച്ചതാണ്. മസ്ജിദുൽ അഖ്സയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. മുഴുവൻ അമ്പിയാക്കൾക്കും ഇമാമായി നമസ്കരിച്ചു. അതിനുശേഷം മിഅ്റാജ് ചെയ്തു. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ കോണിയിലൂടെ കയറുന്നതിനാണ് മിഅ്റാജ് എന്ന് പറയാം. ഉയരത്തിലേക്കുള്ള യാത്ര, ആകാശലോകത്തേക്കുള്ള യാത്ര. 7 ആകാശങ്ങൾ, ബൈത്തുൽ മഅമൂർ, സിദ്റത്തുൽ മുൻതഹ. ഖുർആൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റ ഇൻദ സിദ്റത്തിൽ മുൻതഹ ഇൻദഹ ജന്നത്തുൽ മഅവ. നബി അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് എന്ന് അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ജന്നത്തുൽ മഅവയും സിദ്റത്തുൽ മുൻതഹയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. ആ സ്വർഗം നരകമൊക്കെ എനിക്ക് കാണിക്കപ്പെട്ടു. മുൻ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുമായി നാം സംസാരിച്ചു, അവരെ കണ്ടു എന്നതൊക്കെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതാണ് ഇസ്രാ മിഅ്റാജിന്റെ യാത്രയുടെ ഒരു ചുരുക്കം എന്ന്. ഇത് ഏത് സന്ദർഭത്തിലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു കാലം. ആ സമയത്ത് തനിക്ക് ആശ്വാസമായിരുന്നത് 2 ആളുകളായിരുന്നു. ഒന്ന് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് അബൂ താലിബാണ്. ഈ 2 ആളുകളും ഒരേ വർഷം മരണപ്പെട്ടു. ആ വർഷത്തിന് ചരിത്രത്തിൽ ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നാണ് പറയുക. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഒരു അത്താണികളായിരുന്നു ഈ 2 മനുഷ്യർ, ഖദീജ റളിയല്ലാഹു അൻഹ, അബൂ താലിബ്. ആ 2 പേരും മരിച്ചപ്പോൾ ഖുറൈശികളുടെ പീഡനത്തിന്റെ ശക്തി കൂടി. നബിയെ കൊല്ലാനും പുറത്താക്കാനൊക്കെ അവർ ആലോചിച്ചു തുടങ്ങി. ആ സമയത്ത് നബിക്കൊരു ഉൾക്കരുത്ത്, ഒരു ശക്തി, ഒരു ആത്മീയമായ താങ്ങ്, തണലൊക്കെ ആവശ്യമുള്ള ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് അല്ലാഹ് പറഞ്ഞാ മതി, പക്ഷേ പറയണതിന് പകരം നേരിട്ട് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഉൾക്കരുത്തും ധൈര്യവും സ്ഥൈര്യവും വീണ്ടെടുത്തു. എന്തു വന്നാലും പ്രശ്നമില്ല, ഏത് പ്രതിസന്ധികളായാലും അഭിമുഖീകരിക്കും എന്ന ഒരു ത്രാണി നബിക്ക് ലഭിച്ചത് യാത്രയിലൂടെയാണ്. ഏത് മനുഷ്യനും പ്രയാസവും പ്രതിസന്ധിയും ബുദ്ധിമുട്ടുമുണ്ടാകുമ്പോൾ ഉൾക്കരുത്തും ധൈര്യവും ത്രാണിയും ലഭിക്കേണ്ടത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. ഒന്നാമത്തെ ഇസ്രാ നമുക്ക് നൽകുന്ന മെസ്സേജ്, പടച്ചോനിലേക്ക് നിങ്ങൾ നിരന്തരമായി യാത്ര നടത്തുക എന്നതാണ്. പടച്ചോനിലേക്ക് യാത്ര നടത്തുക എന്ന് പറഞ്ഞാൽ ഇസ്രാ മിഅ്റാജ് നടത്താൻ നമുക്ക് പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി സലാത്തുൽ മുഅ്മിൻ, വിശ്വാസിയുടെ നമസ്കാരം, അല്ലെങ്കിൽ നമസ്കാരം മിഅ്റാജുൽ മുഅ്മിൻ. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, നമസ്കാരം വിശ്വാസിയുടെ മിഅ്റാജാണ്.
അള്ളാഹുമായി മുഖാമുഖം ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ് എന്ന് അഭിവാദ്യം അർപ്പിക്കണം. എല്ലാ നിസ്കാരത്തിലും നിസ്കാരം ശരിയാവണമെങ്കിൽ ഈ അഭിവാദ്യം നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യണം. അപ്പൊ മലക്കുകൾ ഒന്നായിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബി, ആ സലാമിന് വലിയൊരു പവറുണ്ട്. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ് അസ്സലാം ചൊല്ലുന്നത്. ആ സലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത ഇതെല്ലാ നിസ്കാരത്തിലും നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ എൻഡിലാണ് അത്തഹിയ്യാത്ത്. നിസ്കാരം തുടങ്ങി അവസാനമാകുമ്പോഴേക്കും നമ്മൾ അള്ളാഹിനെ കാണണം, നമ്മൾ അള്ളാഹുവിനെയുമായി സംസാരിക്കണം. അതാണ് അത്തഹിയ്യാത്തുൽ മുബാറക്കാത്ത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ചെയ്തതാണിത്, അള്ളാഹുവായുമുള്ള സംസാരമെന്ന് പറയും. അപ്പൊ ആ സംസാരം നിസ്കാരത്തിലും നമ്മൾ നടത്തുന്നുണ്ട്. നിസ്കാരമാണ് മിഅ്റാജുൽ മുഅ്മിൻ, വിശ്വാസിയുടെ മിഅ്റാജാണ് നിസ്കാരം. അപ്പൊ നമുക്കും മിഅ്റാജ് നടത്താൻ കഴിയണം. കാരണം നമ്മുടെ ഏത് പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും ഇടയിൽ നമുക്ക് ആശ്വാസമാകേണ്ടത് അള്ളാഹുമായുള്ള ബന്ധമാണ്. അള്ളാഹുമായുള്ള ബന്ധത്തിൽ സൃഷ്ടികൾക്ക് അള്ളാഹു തന്നെ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാസ്സാണ് നമസ്കാരം എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് അള്ളാന്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു പാസ്, ഒരു എൻട്രി പാസ്, സ്വലാത്ത്, നമസ്കാരം. ഈ നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ നമുക്ക് ഉൾക്കരുത്ത് ലഭിക്കണം, ഇച്ഛാശക്തി ലഭിക്കണം. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. മിഅ്റാജ് നടത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂജഹലും മുത്തുബത്തും ശൈബത്തും അടക്കമുള്ള മഹാപ്രതിരോധങ്ങളെ, കുതന്ത്രങ്ങളെ തരിപ്പണമാക്കാനും തകർക്കാനുമുള്ള ശേഷി നബിക്ക് ലഭിച്ചു. ആ ശേഷി എല്ലാ വിശ്വാസികൾക്കും എല്ലാ കാലത്തും ആവശ്യമുണ്ട്. അത് ലഭിക്കണമെങ്കിൽ മിഅ്റാജ് ചെയ്യണം, ഇസ്രാ നടത്തണം. ഇസ്രാ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള ഡയറക്റ്റ് കണക്ഷനാണ്. അതെല്ലാവർക്കും നേടാൻ പറ്റും, വിശ്വാസികൾക്ക് നേടാൻ കഴിയും. അങ്ങനെ നേടിയാൽ മാത്രമാണ്, പടച്ചോനായിട്ടുള്ള ബന്ധം ശക്തിപ്പെട്ടാൽ മാത്രമാണ് ഭൂമിയിലുള്ള എല്ലാ പ്രതിസന്ധിയും വിശ്വാസിക്ക് പ്രയാസമില്ലാതെ അഭിമുഖീകരിക്കാൻ സാധിക്കും. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഗിഫ്റ്റാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. എല്ലാ കർമ്മങ്ങളും ജിബ്രീലാണ് നബിക്ക് എന്ത് ചെയ്തത്? കൊടുത്തത്. സക്കാത്ത് പഠിപ്പിച്ചെടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാം. നോമ്പ്, ഹജ്ജ്, നമസ്കാരം അല്ലാഹ് നേരിട്ട് കൊടുത്തതാണ്. അള്ളാഹുവിന്റെ അടുത്തേക്ക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോ അള്ളാഹു നേരിട്ട് കൊടുത്ത സമ്മാനമാണ് സ്വലാത്ത്. അതിന്റെ ഇടയിൽ ആരില്ല? ജിബ്രീലില്ല. നിസ്കാരത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം അള്ളാഹുവിന്റെ അടുത്തേക്ക് പോയപ്പോ അള്ളാഹ് നേരിട്ട് കൊടുത്ത ഗിഫ്റ്റാണ് നമസ്കാരം എന്ന് പറയും. അപ്പൊ നമസ്കാരം അള്ളാഹു ഭൂമിയിൽ നമുക്ക് ഫർളാക്കി, 50 വക്താക്കി, അത് ചുരുക്കി 5 ആക്കി. 5 നിസ്കരിച്ചാൽ മതി, 50 വക്തിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു തന്നു. 5 എണ്ണം തന്നെ, 50 തന്നെയാണ് ഇപ്പോഴുള്ളത്. യഥാർത്ഥത്തിൽ 5 എണ്ണം 50ന്റെ മേനിയാണ്. അതുകൊണ്ട് ആ സമ്മാനവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ആ സമ്മാനം ഭൂമിയിൽ ഏറ്റവും വിലപിടിപ്പുള്ളൊരു സമ്മാനം. ആ സമ്മാനം അന്ത്യനാൾ വരെ വിശ്വാസി സമൂഹം നിർവഹിച്ചുകൊണ്ടേയിരിക്കും. ആ സമ്മാനം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി വിശ്വാസി ലോകം അത് മനസ്സിലാക്കി അത് അനുഷ്ഠിച്ച് നിർവഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഇസ്രാഉം മിഅ്റാജും എല്ലാ കാലങ്ങളിലും വിശ്വാസികൾ നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആ നമസ്കാരം അള്ളാഹ് നേരിട്ട് തന്നൊരു ഗിഫ്റ്റാണ്. അള്ളാഹുമായി ഒരു വിശ്വാസി അടുക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ആദ്യത്തെ പടി അയാൾ നിസ്കരിക്കുക എന്നാണ്. നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞിട്ട് വേറെ എന്ത് കാര്യം ഉണ്ടായാലും അള്ളാഹുവിലേക്ക് അടുക്കൂല. ഇല്ല, താരിഖുസ്സലാത്ത് മരിച്ചുപോയി. മരിച്ചിട്ട് നമ്മൾ അള്ളാഹുവിന്റെ അടുത്താണ്, അള്ളാഹിന്റെ ഫضലും റഹ്മത്തും കൊണ്ടൊക്കെ ചിലപ്പോൾ പുറത്തു കൊടുക്കും. പക്ഷേ അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഇല്ല, താരിഖുസ്സലാത്തിന് പ്രാർത്ഥിക്കുക, വേറെ ഒരാൾ പ്രാർത്ഥിച്ചാലും അയാൾ പ്രാർത്ഥിച്ചാലും എന്തെയില്ല, അള്ളാഹു ഉത്തരം നൽകില്ല. അതുകൊണ്ട് നമസ്കാരം ഒഴിവാക്കിയ ഒരാൾ അള്ളാഹുവിലേക്കുള്ള കണക്ഷൻ വിച്ഛേദിച്ച മനുഷ്യനാണ്. ആത്മീയമായ ഒരു ഓക്സിജൻ അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി.
ഏറ്റവും പ്രധാനപ്പെട്ടവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായാൽ, പ്രയാസമുണ്ടായാൽ നബി ഉടനെ പോയിട്ട് പള്ളിയിൽ പോയി എന്ത് ചെയ്യും? 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ എന്തായിരുന്നോ നബി അലട്ടിയിരുന്ന വിഷയം അത് പരിഹരിച്ചിരിക്കും. അതിലൊരു പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസം പരിഹരിച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് നമസ്കാരം വിശ്വാസികൾക്ക് അള്ളാഹുമായി ഡയറക്റ്റ് കണക്ഷന് അള്ളാഹ് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മാനമാണ്. പിന്നെ ഈ ആയത്തിൽ പറയുന്ന അബ്ദ് എന്നതാണ്, റസൂല് എന്ന് പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി, അടിമ എന്ന് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിവുകൊണ്ട് നടത്തിയ യാത്രയല്ല. ഒന്നാമത്തത്, നബിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ പ്രസവിച്ചൊരു കുഞ്ഞ് മല കയറി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഉമ്മ എടുത്തു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം. അപ്പൊ അബ്ദിയത്ത്, അടിമത്വം ഏറ്റവും കൂടുതൽ പ്രഖ്യാപിച്ച മനുഷ്യനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂദി, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വകവെച്ചു അടിമത്വം. നബി അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നമസ്കരിച്ചിരുന്ന ആളാരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നിസ്കരിച്ചിട്ട് കാലിൽ നീര് വന്ന് കാലിന്റെ മടമ്പ് ഇങ്ങനെ പൊട്ടിയപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നബി എങ്ങനെ അടങ്ങാറാവണേ? നിങ്ങൾക്ക് എന്തായാലും സ്വർഗമുണ്ട്, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ നിങ്ങൾ മഅ്സൂമാണ്, സുരക്ഷിതനാണ്, പിന്നെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണ്? അഫല അകൂന അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാവണ്ടേ ആയിഷ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ആ അബ്ദിയത്ത്, അടിമത്വം എല്ലാ സമയത്തും പ്രഖ്യാപിച്ച ഒരാളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അബ്ദിയത്ത് എന്ന് പറഞ്ഞാൽ നബിയുടെ കഴിവുകൊണ്ട് നബി വിചാരിക്കുന്ന സമയത്ത് ഒരു കാര്യവും നടക്കൂല. ആര് വിചാരിച്ചാൽ ഒരു സൃഷ്ടി, മഖ്ലൂക്കാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പഠിപ്പിക്കാൻ. സൃഷ്ടി തന്നെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പറഞ്ഞ കാര്യം അറിയാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുത കാര്യം സ്വന്തം ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കാൻ പാടില്ല. ചില ആൾക്കാർ ബഹുമാനം കൂടിയിട്ട്, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ബഹുമാനം കൂടിയിട്ട് തൗഹീദ് നഷ്ടപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ ആ ആദരവില്ലാതിരിക്കാനും പാടില്ല. ആദരവ് കൂടിയിട്ട് തൗഹീദ് മധ്യമ നിലപാടാണ് ആദരവിന്റെ കാര്യത്തിൽ എപ്പോഴും വിശ്വാസി പുലർത്തും. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനം ആ അബ്ദ് എന്ന് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, ഇത് നബിക്ക് യാതൊരു സ്വാധീനവും യാത്രയിലില്ല. ഇതിങ്ങനെ പോകുന്നിടത്തേക്ക് നബി പോയി എന്ന് മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹ് കൊണ്ടുപോയതാണ്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്ന 2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഈ ആയത്തിൽ പറയുന്നു. ഒന്ന് മസ്ജിദുൽ ഹറാം, രണ്ടാമത്തെ മസ്ജിദുൽ അഖ്സ. ഈ ഉമ്മത്തിന് 3 ഷിആറുകളുണ്ട്, പ്രധാനപ്പെട്ട ഷിആർ. ആ ഷിആറിൽ ഇബ്രാഹിമി മില്ലത്തിന്റെ 2 ഷിആറുകളാണ് മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ അഖ്സയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പൈതൃകത്തോട് തന്റെ കണക്ഷൻ രേഖപ്പെടുത്തിയതാണ് ഈ 2 പള്ളി. 2 പള്ളിയും ഒന്ന് പുനർനിർമ്മിച്ചതും ഒന്ന് നിർമ്മിച്ചതും ആരാണ്? ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ഒന്ന് മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ അഖ്സ. മൂന്നാമത്തെ മസ്ജിദുൻ നബവി. ഈ 3 ഷിആറുകളും മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിയാറുകളാണ്. അതിൻ്റെതായ ബറക്കത്തുണ്ട്, അതിൻ്റെതായ ഖൈറുണ്ട്, അതിൻ്റെതായ പുണ്യവും അതിനുണ്ട്. അപ്പൊ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായൊരു ഭവനമാണ്. മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു. മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞാൽ വിദൂരത്തുള്ള പള്ളി എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ആ പേര് പിന്നീട് ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്ന പള്ളിക്ക് ആ പേര് പിന്നീട് എന്ത് ചെയ്തു വരികയാണ് ചെയ്തത്. ദൂരത്തുള്ള പള്ളി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ ഹറാമിനെ കുറിച്ച് മാത്രമല്ല മുസ്ലിം ഉമ്മത്ത് ചിന്തിക്കേണ്ടത്, മസ്ജിദുൽ അഖ്സയെ കുറിച്ച് എന്ത് ചെയ്യണം, ചിന്തിക്കണം. 2ന്റെയും കണക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 2 കണക്ഷൻ നിലനിൽക്കുമ്പോഴാണ് ഒരു വിശ്വാസിക്ക് സന്തുലിതമായ ഇസ്ലാമിനെ അനുഷ്ഠിക്കാൻ സാധിക്കുള്ളൂ. ഒന്ന് പോയാൽ എന്ത് ചെയ്യും, അതിന്റെ കുറവ് ഉമ്മത്തിനുണ്ടാവും. ഇപ്പൊ ഒന്ന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഭാഗികമായി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ തിരിച്ചുവരവ് ഈ ഉമ്മത്തിന്റെ ചിറകിന് ശക്തിപ്പെടുത്താൻ പാകത്തിലുള്ളതാണ്. അതിന്റെ ചരിത്രം അതാണ്,
അതിന്റെ പൈതൃകം അതാണ്, അതിന്റെ സംസ്കാരം അതാണ്. മസ്ജിദുൽ അഖ്സയെ ചേർത്ത് നിർത്തണം. മസ്ജിദുൽ അഖ്സയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ ഉമ്മത്തിനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ്. ഒരു പള്ളിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമല്ല, ഇല്ല. അതുകൊണ്ടാണ് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന അതിന്റെ മോചനത്തിനു വേണ്ടി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളോട് ലോകത്തെ മുസ്ലിം ഉമ്മത്ത് വേറെ ഒരു പ്രദേശത്തെയും ആളുകളുമായി ഐക്യദാർഢ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ, എല്ലാവരോടും ഐക്യദാർഢ്യപ്പെടണം, പക്ഷെ കൂടുതൽ നമുക്ക് ബന്ധമുണ്ടാവാനുള്ള കാരണം അത് സാഹോദര്യ ബന്ധം മാത്രമല്ല, വിശ്വാസബന്ധവും അതിന് ഉണ്ട്. കാരണം ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാപിറ്റലാണ് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത്. ആ ക്യാപിറ്റൽ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളുടെ ഉടലിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം നഷ്ടപ്പെട്ടു പോയതുപോലെ ഉണ്ടാകും. അതുകൊണ്ട് അത് ശരീരത്തോട് ചേർത്ത് നിർത്തലാണ് ഈ ഉമ്മത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ചേർത്ത് നിർത്താൻ ആര് നടത്തുന്ന ശ്രമത്തെയും ഉപാധികളില്ലാതെ ചേർത്ത് പിടിക്കൽ നമുക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാണ് അവിടെ രക്തസാക്ഷിയാവുന്ന ആൾ, ലോകത്ത് കുറെ ആളുകൾ കൊല്ലപ്പെടുന്നു, അവിടെ രക്തസാക്ഷിയാവുന്ന ആളുകളോട് നമുക്ക് പ്രത്യേക മമത ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതിന് ബന്ധമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ നിന്ന് തിരിച്ചുപോയത്, ആകാശത്തേക്ക് പോയത് എവിടെ വെച്ചാണ്? മസ്ജിദുൽ അഖ്സയിൽ വെച്ചാണ്. മസ്ജിദുൽ അഖ്സ ഈ ഉമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇസ്ലാം എന്ന് പറയുന്ന ആദർശം അതിന്റെ വ്യതിരക്തത ഇസ്രാ മിറാജ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. കാരണം അലൗകികമായ ചിന്തകളാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. ഭൂമിയായിട്ട് ബന്ധപ്പെട്ട്, സ്വത്തായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന, കാല് ഉയർത്തി കുത്തി നിൽക്കുന്ന ഭൂമിയായിട്ട് മാത്രമല്ല നിങ്ങൾക്ക് ബന്ധം, തല ഉയർന്നു നിൽക്കുന്ന ആകാശവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട്. ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളും, അധിക ജീവജാലങ്ങളും സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? ഭൂമിക്ക് സമാന്തരമായിട്ടാണ്. കാരണം അവരുടെ ഇടപാട് ഭൂമിയായിട്ടാണ്. ജീവിക്കുമ്പോഴും ഭൂമിയായിട്ടാണ്, മരിച്ചാലും കൂനു തുറാബ, മണ്ണായി പോയിക്കോളൂ എന്നാണ് പറയുന്നത്. മനുഷ്യൻ അങ്ങനല്ല. മനുഷ്യന്റെ പകുതി ഭാഗം എവിടെയാണ്? ആകാശമാണ്. കാരണം ആകാശത്തിന് സമാന്തരമായിട്ടാണ് മനുഷ്യൻ. അപ്പൊ ആകാശവും ഭൂമിയുമായുള്ള ബന്ധം ഇസ്ലാം നിലനിർത്തുന്നു. അതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ആത്മീയത, ഭൗതികത എന്നൊക്കെ പറയുന്നത്. അത് സമന്വയിപ്പിച്ചു നിർത്തൽ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. അങ്ങനെ ആവുമ്പോഴേ ഇസ്ലാം പൂർത്തിയാവൂ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശവുമായി ബന്ധപ്പെട്ട ഇത്രയധികം അത്ഭുത കാഴ്ചകൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അലൗകികതയാണ് ഇസ്ലാമിന്റെ സാക്ഷാൽ ഭാവം എന്ന് പറയുന്നത്. ഇസ്ലാമിക വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ ഇവിടെ ജീവിക്കുന്ന ഈ ലോകത്തെക്കുറിച്ചുള്ള വിചാരം മാത്രമല്ല, ജീവിക്കാൻ പോകുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള വിചാരവും ഉണ്ടാകുമ്പോഴാണ് ഇസ്ലാം എന്തെയുള്ളൂ? പൂർത്തിയാവുകയുള്ളൂ, സന്തുലിതമാവുകയുള്ളൂ, ഇസ്ലാമായി തീരുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. പിന്നെ അതിൽ ബറക്കത്ത് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ബറക്കത്ത് ബാറക്നാ ഹൗലഹു, അത് മസ്ജിദുൽ അഖ്സയും പരിസരവുമാണ്. മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന ഭൂമിയാണ്. ആ ഭൂമിക്ക് എന്തുണ്ട്? പവിത്രതയും ശ്രേഷ്ഠതയും ഉണ്ട്, അനുഗ്രഹമുണ്ട്. 6-7 അനുഗ്രഹങ്ങൾ നമുക്ക് എടുത്തിങ്ങനെ പരിശോധിച്ചാൽ അള്ളാഹ് നൽകിയത് കാണാൻ കഴിയും. ബറക്കത്തായ ഭൂമി, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഭൂമി, വ്യക്തി, സ്ഥലം, ആളുകളിലൊക്കെ അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യും. അള്ളാഹുവിന്റെ അനുഗ്രഹം ധാരാളമായി പ്രദാനം ചെയ്യും. അങ്ങനെ അള്ളാഹു ഭൂമിയിൽ ബറക്കത്ത് ധാരാളം യഥേഷ്ടം പ്രദാനം ചെയ്ത ഭൂമിയാണ് മസ്ജിദുൽ അഖ്സയുടെ ഭൂമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനെ പിന്നീട് ആയത്ത് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചു. ഇതല്ല തന്നെ നേരിട്ട് ലിനുരിയഹു മിൻ ആയാതിന, നമ്മുടെ ആയത്തുകൾ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അടിമയെ, ഈ ദാസനെ കൊണ്ടുപോകുന്നത്. ആയത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു ലോകവുമായി ബന്ധപ്പെട്ട കണക്ഷനാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ അവിടെ നിന്ന് ഊർജ്ജസ്വലനായി തിരിച്ചു വരികയാണ്. പിന്നെയും തിരിച്ചു വരുന്നത് എവിടേക്കാണ്? ഭൂമിയിലേക്ക് തന്നെ. ഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോ 3 ആളുകൾ അവിടെയുണ്ട്. നിങ്ങൾ ഏത് ആദർശ പ്രബോധനത്തിലും ഈ 3 മനുഷ്യർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതിൽ പ്രധാനപ്പെട്ട 2 ആളുകൾ. ഒന്ന് അബൂജഹലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തു, പരിഹസിച്ചു, കണക്കിന് കളിയാക്കി. എന്നോട് ഈ പറഞ്ഞ കാര്യം നീ വരുന്ന മക്കയിലുള്ള കഅബന്റെ അടുത്തുള്ള ആളുകളോട് നീ പറയുമോ മുഹമ്മദ് എന്ന് ചോദിച്ചു. ഞാൻ ആരോടും പറയും, എനിക്കെന്താ കുഴപ്പം?
മസ്ജിദുൽ അഖ്സ കണ്ട ആളുകളുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ. ഈ മുഹമ്മദ് പറയാൻ ഇന്നലെ രാത്രി അദ്ദേഹം മസ്ജിദുൽ അഖ്സയിൽ പോയി എന്ന് പറയാണ്. എന്താണ് മസ്ജിദുൽ അഖ്സ എന്ന് വിവരിച്ചു കൊടുത്തു നബി. മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് എന്താണെന്ന് കറക്റ്റായിട്ട് വിവരിച്ചു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ അമ്പരപ്പിലായി. ആളുകൾ വിശ്വസിച്ചു പോയ ആളുകൾ പോലും അമ്പരന്നുപോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശദീകരിച്ചു കൊടുത്തു. ആ കാര്യങ്ങളെല്ലാം തിട്ടപ്പെടുത്തി കൊടുത്തു. അപ്പോഴാണ് വേറൊരു അബു വരുന്നത്. അതാണ് അബൂബക്കർ. അബൂബക്കർ എന്ന് പറഞ്ഞാൽ നേരത്തെ വന്നവൻ എന്നാണ് അർത്ഥം. നേരത്തെ വന്നാൾ. അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കറായത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നന്മയാണ്. ആ നന്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഈ യാത്രയുമായി ബന്ധപ്പെട്ടാണ്. ആളുകൾ വന്നപ്പോൾ ഓടിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അടുത്ത് വന്നു. അബൂബക്കറെ, മുഹമ്മദ് ഇങ്ങനെ പറയുന്നുണ്ട്, ഇജ്ജ് വിശ്വസിക്കൂ? അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, മുഹമ്മദ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? വിശ്വസിക്കും. നിഅമ ഖൈറുസ് സായിസീന മിൻ റുആത്തിൽ മുസ്ലിമീന ഫഅബൂബക്കറുൻ ഇമാമുൻ ബഅദ ഖൈരിൽ മുർസലീന. അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് ഞാൻ വിശ്വസിച്ചു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് വിശ്വസിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത്ര പ്രയാസം. കാരണം അബൂബക്കറാണ്. ഇതിലും വലുത് പറഞ്ഞപ്പോ മുന്നും പിന്നും നോക്കാതെ വിശ്വസിച്ച ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. കാരണം പരലോകം ഉണ്ടെന്നല്ലേ മുമ്പ് പറഞ്ഞേ, ഞാനും നിങ്ങളും കണ്ടിട്ടില്ലല്ലോ. ആര് പറഞ്ഞോണ്ടാ വിശ്വസിച്ചത്? നബി പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് അത് വിശ്വസിച്ച ആൾക്ക് മസ്ജിദുൽ അഖ്സ കണ്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത പ്രയാസം ആവശ്യമില്ല. വിശ്വസിച്ചു. സിദ്ദീഖുൽ എന്ന പേര് ലഭിച്ചു. സിദ്ദീഖിയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. സത്യവിശ്വാസത്തെ, സത്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനത്തെ, സത്യവുമായി ബന്ധപ്പെട്ട ആദർശത്തെ, അതിലെല്ലാ പ്രതിസന്ധികളും അതിന്റെ വരുംവരായികളെല്ലാം മാറ്റിവെച്ച് അംഗീകരിച്ച് തുടക്കക്കാരനാവുക എന്ന ഗുണമാണ് സിദ്ദീഖിയത്ത് എന്ന് പറഞ്ഞ ഗുണം. ഇത് നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ട ഗുണമാണ്. ശങ്കകൾ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ കാല് കുത്തി നിൽക്കുന്നിടത്ത് സംശയങ്ങൾ ഉണ്ടാവാൻ പാടില്ല, ആശങ്കകൾ ഉണ്ടാവാൻ പാടില്ല. തികച്ച ബോധ്യം, ഉറച്ച ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ഒരു വിശ്വാസിക്ക് വിശ്വാസത്തിന്റെ എല്ലാ നന്മകളും ലഭിക്കുള്ളൂ. അങ്ങനെ ലഭിക്കുന്ന ഒരാളാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ ഗുണബോധ്യമായി. ചില ആളുകളൊക്കെ പതറിപ്പോയി, ചില ആളുകൾ സംശയങ്ങൾ പ്രകടിപ്പിച്ചു, ചില ആളുകളുടെ പരിഹാസം എന്ത് ചെയ്തു? ശക്തിപ്പെട്ടു. ചില ആളുകളുണ്ട് അവസരമൊക്കെ നോക്കി കണ്ടു വന്ന അവസരമൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് വരാമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ. അവർ കുറെ കഴിഞ്ഞിട്ടേ വരുള്ളൂ, ആദ്യമൊന്നും വരില്ല. ആദ്യമൊക്കെ എതിർക്കാൻ നോക്കും, അല്ലെങ്കിൽ നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ മൂന്നാൾക്കാരുണ്ട്. ഒന്ന് തുടക്കത്തിൽ തന്നെ കണ്ണും മുന്നും നോക്കാതെ, മുന്നും പിന്നും നോക്കാതെ നിൽക്കുന്ന ആളുകൾ. അതിന്റെ നേരെ ഓപ്പോസിറ്റ്, സത്യം മനസ്സിലായാൽ വിശ്വസിക്കുന്ന ആളുകൾ. സത്യമാണെന്ന് അറിഞ്ഞിട്ട് സത്യത്തിന് ആധിപത്യവും വിജയമൊക്കെ ലഭിക്കുന്ന സന്ദർഭമാണെങ്കിൽ അതിന്റെ കൂടെ കൂടാമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ. ഇതില് വിശ്വാസികൾ എപ്പോഴും ആകേണ്ടത് സിദ്ദീഖുകളാണ്. അബൂബക്കർ സിദ്ദീഖുമാരാണ് വിശ്വാസികളാവേണ്ടത്. വിശ്വാസികൾക്ക് അങ്ങനെയാകുമ്പോഴാണ് വിശ്വാസികൾ എന്ന നിലയിൽ ഏത് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജയിക്കാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇസ്രാ എന്ന് പറയുന്ന മിറാജ് എന്ന് പറഞ്ഞ ചരിത്രത്തിലെ സന്ദർഭം അള്ളാഹുമായി ബന്ധപ്പെട്ട കണക്ഷൻ കൂടുതൽ ശക്തിപ്പെടുത്താൻ നമ്മളെ പ്രേരിപ്പിക്കാൻ. ചരിത്രത്തിൽ ഇന്ന് മസ്ജിദുൽ അഖ്സയെ കുറിച്ച് ഓർക്കാതെ ഒരിക്കലും ഇസ്രായിനെയും മിറാജിനെയും കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല. കാരണം 1,00,000 മനുഷ്യർ അതിന് ജീവൻ കൊടുത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. 1,00,000 മനുഷ്യർ, അതിൽ എട്ടും പൊട്ടും തിരിയാത്ത 10-24,000 കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, വൃദ്ധന്മാരുണ്ട്. അഭിമാനത്തോടുകൂടി എന്ന് അല്ല നാളെ ചോദിക്കും. അള്ളാഹുവിന് ഏറ്റവും നല്ല കടം കൊടുത്തവരാരാണ് എന്ന് അല്ല ചോദിക്കുമ്പോ, ഞാൻ എന്റെ 3 മക്കളെ കൊടുത്തു, ഞാൻ എന്റെ 3 പേരക്കുട്ടികളെ കൊടുത്തു, ഞാൻ എന്റെ ഏറ്റവും ഹൃദ്യമായ ഭവനം കൊടുത്തു, എന്റെ ഏതെന്ന് പറയുന്ന എല്ലാം അള്ളാഹു കൊടുത്തു എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മുന്നിൽ അഭിമാനത്തോടുകൂടി ഞാൻ എഴുന്നേറ്റ് നിൽക്കുമെന്ന് പറയുന്നത് ഒരു സാധുവായ സ്ത്രീയാണ്. അങ്ങനെയുള്ള ഒരു ചരിത്രത്തെ ഓർക്കാതെ ഇസ്രാ മിറാജ് പൂർത്തിയാവില്ല. നമസ്കാരം എന്ന് പറയുന്ന ഏറ്റവും ആത്മീയമായ കർമ്മം ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം നമുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച ആ മഹത്തായ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലും ലഭിക്കും. അള്ളാഹുമായുള്ള കണക്ഷൻ കൂടുതൽ ശക്തിപ്പെടും. അപ്പൊ അള്ളാഹുമായുള്ള ബന്ധം, അതുപോലെ തന്നെ ചരിത്രത്തിൽ ഇസ്രാ മിറാജുകൾ ആവർത്തിച്ചു വരുന്ന സന്ദർഭങ്ങൾ, അതിന്റെ ചരിത്രം ഓർക്കുന്ന സന്ദർഭങ്ങളിൽ ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ, ഐതിഹാസികമായ സമരങ്ങൾ, ചെറുത്തുനിൽപ്പുകളെല്ലാം
ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ ഈ സമയം, ഈ സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ തൃപ്തിയും പൊരുത്തവുമുള്ള ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്.